സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട നേതാവായിരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ ഒരു കറകളഞ്ഞ അല്ലെങ്കിൽ കറ തികഞ്ഞ ഒരു നേതാവെന്ന് പറയുന്ന ആ ഒരു VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും വിട്ട് അദ്ദേഹം പോയി. ആ സമയത്ത് അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് വാർത്തകൾ നമ്മൾ ഇന്നുമൊക്കെ നമ്മുടെ ഈ ന്യൂസ് ചാനലെല്ലാം നിറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തകളാണ് അല്ലേ. നമുക്കറിയാം EK നയനാർ, EMS ഇവർക്കെല്ലാം ശേഷം ഉമ്മൻചാണ്ടി, അതിനൊക്കെ ശേഷം കേരളം കണ്ട ഏറ്റവും വലിയൊരു ആദരവോടുകൂടിയുള്ള ഒരു ബഹുമതിയോടുകൂടിയുള്ളൊരു യാത്രയായിപ്പായിരുന്നു നമ്മൾ VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ കണ്ടത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴയിലേക്ക് എത്തുന്നത് വരെയും ആ സ്ഥലം വരെ പാസ് ചെയ്യാനായിട്ട് അവർക്ക് 1 കിലോമീറ്റർ തന്നെ പോകാനായിട്ട് 30 മണിക്കൂറിന് മുകളിലൊക്കെ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത്, അതായത് ഇത്രയും ആളുകൾ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ ഇത്രയും ആളുകൾ എൻ്റെ കൂട്ടത്തിൽ ഒരാളെ പോലെ കണ്ടിരുന്ന VS അച്യുതാനന്ദൻ എന്ന് പറയുന്നൊരു നേതാവ് വെറും ഒരു നേതാവിനെ പോലെയല്ല ജനങ്ങൾ കണ്ടിരുന്നത്. ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീരപരിവേഷവും അതേപോലെ തന്നെ എന്തൊരു പ്രശ്നമുണ്ടായാലും ഓടിക്കേറി ചെന്ന് പറയാനായിട്ടൊരു തുണയായിട്ടായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിരുന്നത്. കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് പീഡനമായിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള വിഷയമായിക്കോട്ടെ, ആ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് പേടിക്കാതെ, അതായത് ഈ വിഷയം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി, പിന്നീട് ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു പേടി ഇല്ലാതെ ഒരിടത്ത് ചെന്ന് പറയാൻ പറ്റുന്നൊരു സ്ഥലം അവർക്കുണ്ടായിരുന്നു. ആ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേലിക്കകത്ത് ശങ്കരൻ എന്ന് പറയുന്ന നമ്മുടെ VS അച്യുതാനന്ദൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ വിഷയത്തിന് അപ്പോൾ തന്നെ ഒരു പരിഹാരം കിട്ടുമെന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും അറിയാമായിരുന്നു. അങ്ങനെ ഒരു പരിഹാരം കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ജനങ്ങൾ കടലോളം സ്നേഹിച്ചത്. ആ കടലോളം സ്നേഹിച്ചതിൻ്റെ ആ ഒരു തിര പോലെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴിത്തിരയാണ് നമ്മളിവിടെ കണ്ടത്. ഈ VS അച്യുതാനന്ദൻ്റെ ഒരു മരണാനന്തര ചടങ്ങുകളിലും മരണസമയത്തും ഇത്രയും ജനങ്ങൾ കൂടിയതെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു കടൽ പോലെ, കടലിരമ്പം പോലെയാണ് ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആരാണ് VS അച്യുതാനന്ദൻ എന്നുള്ളൊരു ചോദ്യം നമുക്കിവിടെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ആളുകൾക്കും അറിയാം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു, അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് നിലകൊണ്ടതെന്നുള്ളത്. സ്വന്തം മകനെതിരെ ഒരു വിഷയം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ്. സ്വന്തം മകനെ ഒരു കുറ്റവാളിയായിട്ട് കണ്ടപ്പോൾ തന്നെയും, അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞപ്പോൾ തന്നെയും അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയിട്ടില്ല. സ്വന്തം മകനെ രക്ഷിക്കാനായിട്ട് രാഷ്ട്രീയ പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മുന്നിലേക്ക് നിന്നില്ല. കുറ്റവാളിയാണെങ്കിൽ ആ തെറ്റിന് ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവിനെയാണ് അവിടെ നമ്മൾ കണ്ടത്. സ്വന്തം മക്കളാണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ കൂട്ടത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്ന പല നേതാക്കളെ നമ്മൾ ഇന്നും ഇന്നലകളിലൊക്കെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം ഒരു മാതൃകയായിരുന്നു. ഇങ്ങനെയായിരിക്കണം ഒരു നേതാവെന്നുള്ളത്. ആ നേതാവ് എങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ പൂർണ്ണ ഉദാഹരണം കാണിച്ചു തരികയായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി. നമുക്കറിയാം നമ്മൾ ഇത്രയും വലിയൊരു ജനക്കൂട്ടം കണ്ടിട്ടുള്ളത് പല സമയത്ത്, അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞു, അതായത് കലാഭവൻ മരിച്ച സമയത്ത്, ഉമ്മൻചാണ്ടി മരിച്ച സമയത്തും, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ VS അച്യുതാനന്ദൻ മരിച്ച സമയത്തുമാണ്. അപ്പോൾ നമ്മൾ കണ്ടത് എത്രയും ആളുകളാണ്, ജനക്കൂട്ടമാണ്. അവർക്ക് വഴിയിൽ കൂടി പോകാൻ പോലും സാധിക്കാത്ത, ഒരു ഇഞ്ച് മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു ഇഞ്ച് മുന്നിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ ആളുകളെ വകഞ്ഞ് മാറ്റിക്കൊണ്ട് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഈ VS അച്യുതാനന്ദൻ ജനഹൃദയങ്ങളിൽ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഇതിൽ പരം ഉദാഹരണം, അല്ലെങ്കിൽ ഇതിൽ പരം തെളിവുകൾ വേറെ വേണ്ട. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ ഈ പറഞ്ഞു എല്ലാവരും പറയുകയുണ്ടായി, അതായത് ഏറ്റവും മാർക്സിസ്റ്റ് പാർട്ടിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ ഏറ്റവും യോഗ്യനായ, അല്ലെങ്കിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ളൊരു നേതാവായിരുന്നു നമ്മളെ വിട്ട് പിരിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളിലും ഇത് ചർച്ചാ വിഷയമായതിനു ശേഷം ശിവൻകുട്ടി, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി വന്നിട്ട് പറയുകയാണ്, VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി അവസാനത്തെ ഒരു മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ല, അദ്ദേഹം ഒരു വഴികാട്ടിയാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിലുള്ള, അല്ലെങ്കിൽ ഇന്നും നമ്മുടെ പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെയൊക്കെ ഒരു വഴികാട്ടിയാണ് VS അച്യുതാനന്ദൻ എന്ന്. വല്ലാത്തൊരു കണ്ടുപിടുത്തമാണ് കേട്ടോ. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞത് ആ വ്യക്തി അവസാനത്തെ നേതാവാണെന്ന് പറയാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. VS അച്യുതാനന്ദനെ പോലെയുള്ള ചെയ്യുന്നത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ നോക്കിയും കണ്ടും അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള മുഖ്യമന്ത്രിമാരെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി നമ്മൾ പറയുന്നില്ല, ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും ഒക്കെ സ്വന്തമായിട്ടുള്ളൊരു നിലപാടുള്ള വ്യക്തിയായിരുന്നു. അവർക്കൊന്നും ഈ പറയുന്ന AC റൂമൊന്നും വേണ്ടി വന്നിരുന്നില്ല. അവർക്ക് ജനഹൃദയങ്ങളിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് അവർ തനിയെ വഴി കണ്ടെത്തിയിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഒക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കടക്ക് പുറത്തെന്ന് പറയുന്നൊരു ധാർഷ്ട്യമോ അല്ലെങ്കിൽ ചോദ്യങ്ങളെ പേടിക്കുന്ന അങ്ങനത്തെ സ്വഭാവമൊന്നും നമ്മുടെ ഈ ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്കും ഇല്ലായിരുന്നു. ഞാനീ പറയാൻ പോകുന്നത് എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ്. ആർക്കെങ്കിലും അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. അതായത്
നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നേതാക്കന്മാരായിരുന്നു. നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ജനിച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള നേതാക്കന്മാരെ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരിൽ ഞാൻ കണ്ടിട്ടുള്ള നല്ല 2 വ്യക്തിത്വം, അത് പാർട്ടി നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്, അത് ഒന്ന് നമ്മുടെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയും അതേപോലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റിലെ VS അച്യുതാനന്ദനും. ഇവരൊക്കെ മുന്നിലോട്ട് വെച്ച കാര്യങ്ങൾ അതെല്ലാവർക്കും പഠിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു നേതാവാണെങ്കിലും ഒരു സാധാരണ ഒരു പൗരനാണെങ്കിൽ പോലും ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചു വന്നിരുന്ന ജീവിത സാഹചര്യങ്ങളും അദ്ദേഹം ആർക്ക് വേണ്ടി ജീവിച്ചിരുന്നു, എങ്ങനെ ജീവിച്ചിരുന്നു, എങ്ങനെയാണ് ആ കാര്യങ്ങളെ നോക്കി നടത്തിയെന്നുള്ളതൊക്കെ നമ്മൾ അവരെയൊക്കെ ഒന്ന് നോക്കി പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ആരൊരു സഹായമായിട്ട് മുന്നിലേക്ക് ചെന്നാലും അദ്ദേഹം ആ ഒരു സഹായം അഭ്യർത്ഥിക്കുന്ന ആളുകൾക്ക് മുൻപിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അടച്ചിട്ടില്ല. അദ്ദേഹം അവർക്കെല്ലാം ഒരു വഴികാട്ടിയും അവർക്കെല്ലാം ഒരു സഹായിയുമായിരുന്നു. ഞാനൊരു വീഡിയോ കാണാനുണ്ടായി. ഒരു വർഷം മുൻപ് ജനകീയ കോടതി എന്ന് പറയുന്ന നമ്മുടെ ഈ 24 ന്യൂസിലെ ഒരു പരമ്പരയിൽ ഒരു പരിപാടിയിൽ ഹാഷ്മിയൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് സുരേഷ് എന്ന് പറയുന്ന ഈ നമ്മുടെ VS അച്യുതാനന്ദൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകൻ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഈ വിതുരയിലെ ഒരു പീഡന കേസിലെ ഒരു പ്രതിയാണ് നമ്മുടെ ഈ പറയുന്ന ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ. അപ്പോൾ ഇവർ സിനിമാ നടൻ ജഗതി ശ്രീകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിയിൽ VS അച്യുതാനന്ദനെ അതിഥിയായിട്ട് ക്ഷണിച്ചപ്പോൾ അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം അവിടെ പോയി അത് ഈ പറയുന്ന ജഗതി ശ്രീകുമാറാണെന്ന് അറിഞ്ഞ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സമരങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിലേക്ക് നിന്നു എന്നുള്ളതെല്ലാം നമുക്കറിയാം. നമ്മളെല്ലാം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഓരോ സംഭാവനകളും അതൊക്കെ നമുക്ക് വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അങ്ങനെ വലിച്ചു നീട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ പോകുന്നില്ല. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങി പോകുന്നതെന്നുള്ളത് ഞാൻ വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യമാണ്. അതായത് 2015 ആലപ്പുഴയിൽ വെച്ചിട്ടുള്ള പാർട്ടിയുടെ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് മോശമായിട്ടുള്ളൊരു അനുഭവം അല്ലെങ്കിൽ മോശമായിട്ടൊരു ചോദ്യം വന്ന സമയത്ത് അദ്ദേഹം അതിൽ അസ്വസ്ഥനായിട്ട് ആ വേദിയിൽ നിന്ന് സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ആ ഒരു വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തുമൊക്കെ വല്ലാത്തൊരു ഭിന്നത ഉണ്ടായപ്പോൾ VSനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും വന്നു. ആ വിമർശനങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നെ പാർട്ടിയിൽ നിന്ന് പാർട്ടി സ്ഥാനം അല്ലെങ്കിൽ നേതാവിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു അല്ലെങ്കിൽ തുടർന്നുകൊണ്ടേയിരുന്നു. 2020 വരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീടാണ് അദ്ദേഹം വിശ്രമ ജീവിതം അല്ലെങ്കിൽ സ്വൈര്യ ജീവിതത്തിലേക്ക് അദ്ദേഹം പോയത്. അപ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന സഹായം അഭ്യർത്ഥിച്ച് വരുന്ന എല്ലാവരെയും അദ്ദേഹം പരിഗണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 97ാമത്തെ വയസ്സിലും അദ്ദേഹം ഈ പറയുന്ന പാർട്ടിയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തും അതേപോലെ തന്നെ പിന്നീടുണ്ടായിരുന്ന ഓരോ സ്ഥാനങ്ങളിലും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു എന്നുള്ളതൊക്കെയും നമ്മൾ പല ന്യൂസുകളിലും കണ്ടതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ VS അച്യുതാനന്ദനും ജഗതി ശ്രീകുമാറും കൂടിയുള്ള ഒരു പരിപാടിയിൽ VS അച്യുതാനന്ദൻ അത് ജഗതി ശ്രീകുമാറാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെപ്പറ്റി ആ VS അച്യുതാനന്ദൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇത് മാത്രമല്ല, ഈ സ്ത്രീ പീഡനം, ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കെതിരായിട്ട് VSന് ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ വയലത്തൂർ കേസായാലും വിതുര കേസായാലും, നിങ്ങൾക്കറിയാം വിതുര കേസിൽ ഹാഷ്മി മറന്നൊന്നും എനിക്കറിയില്ല. ഹാഷ്മി അന്ന് ഡൽഹിയിലാണെന്ന് തോന്നുന്നു. കാരണം വിതുര കേസിലെ ഒരു പ്രതിയാണ് ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാറിന് ഒരു അവാർഡ് കൊടുക്കുന്ന പരിപാടി ഇവിടെ വെച്ച് നടക്കുന്നു. സെക്രട്ടേറിയറ്റിലെ അനെക്സ് ഹാളിൽ വെച്ച് നടക്കും, സെൻട്രൽ ഹാളിൽ വെച്ച് നടക്കുന്നു. അവിടെ VS പിന്നെ അവസാനം ജഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിക്ക് പോകാതിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിർബന്ധിച്ചു. കാരണം ജഗതി എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടനാണ്. പക്ഷേ VS പറഞ്ഞത് എന്ത് നടനും ആയിക്കോട്ടെ സുരേഷ്, താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം പീഡിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ വിതുര പെൺകുട്ടി VSനടുത്ത് പരാതി കൊടുത്തിരിക്കുകയാണ്. VS ആണ് ആ കുട്ടിയെ സമാധാനിപ്പിക്കുകയും VS ആ കുട്ടിക്ക് ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇത് മാത്രമല്ല പല കേസുകളും. ഇപ്പം നിങ്ങൾക്കറിയാം കവിയൂർ കേസ്, അതുപോലെ തന്നെ സൂര്യനെല്ലി കേസിലെ ഇരയായിട്ടുള്ള കുട്ടിയുടെ മാതാപിതാക്കൾ നിരന്തരം VSനെ കാണാൻ വരുമായിരുന്നു. അവർക്ക് എന്ത് സഹായം ഉണ്ടെങ്കിലും VS ആണ് ചെയ്തു കൊടുക്കുക. അതൊന്നും VS പുറത്ത് അറിയണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത കാര്യങ്ങളല്ല. അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനമായാലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമമായാലും ആര് ചെയ്താലും അവർക്കൊരു വിട്ടുവീഴ്ചയും അവരോട് ചെയ്യരുത് എന്ന് VS ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. കണ്ടില്ലേ, ഇങ്ങനൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നേതാവിനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും ആവശ്യം അല്ലേ? നമുക്കറിയാം ഇന്നത്തെ സമയങ്ങളിൽ നമ്മൾ പലയിടങ്ങളിലും പല പ്രശ്നങ്ങളും കണ്ടു. അതിലേക്ക് എന്താണ് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇന്നത്തെ പാർട്ടിയിലിരിക്കുന്ന ആളുകൾ സ്വീകരിച്ച നിലപാട്? ഒന്നും സ്വീകരിച്ചിട്ടില്ല അല്ലേ? ഒരു പീഡനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പറയുന്നവനെ പീഡിപ്പിച്ചവനെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് ജയിലിൽ കൊണ്ടിട്ട് അവന് വേണ്ടുന്ന എല്ലാ ആഹാരങ്ങളും കൊടുക്കും. നമ്മൾ കൊലപാതകം വീട്ടിൽ കയറി അച്ഛനെ അമ്മയും വെട്ടിക്കൊന്നിട്ട് ചെന്താമരയെ പോലീസുകാർ സ്വീകരിച്ച് ബിരിയാണിയും ചിക്കനും ഒക്കെ മേടിച്ച് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു നയമാണ് ഇപ്പോഴത്തേത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി, തൊഴിലാളി വർഗ്ഗത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു പാർട്ടിയാണെന്ന് പറയപ്പെടുമ്പോഴും ആ തൊഴിലാളികൾക്കെതിരെ സംസാരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് പറഞ്ഞപ്പോൾ V ശിവൻകുട്ടിക്ക് കൊള്ളാനുണ്ടായ പ്രധാന കാരണം അത് തന്നെയാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനമല്ല ഇടിഞ്ഞു പോകുമല്ലോ എന്നുള്ളൊരു പേടിയിൽ നിന്നാണ് വി ശിവൻകുട്ടി ഈ ഒരു കാര്യം പറയാനായിട്ട് മുന്നിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണം. നമ്മൾ ഒരു പടം വരച്ച് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യത്തിനെ നമ്മളിപ്പോൾ ഒരു പടം വരച്ച് വെച്ചിട്ട് ഒരു തോടും അല്ലെങ്കിൽ അതേപോലെ ഒരു വീടൊക്കെ വരച്ച് വെച്ചിട്ട് നമ്മൾ അതിന് മുകളിൽ എഴുതി വെക്കുകയാണ് ഇത് തോടാണ് ഇത് വീടാണ് എന്ന് പറയുന്ന പോലെയാണ് വി ശിവൻകുട്ടി വന്നിട്ട് പറയുന്നത്. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ നേതാവല്ല അദ്ദേഹം ഒരു വഴികാട്ടിയായിരുന്നു എന്ന്. വെറുതെ നിങ്ങളുടെ ഉള്ളിലുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഉള്ള ആളുകൾ മാത്രം ഇങ്ങനെ പറഞ്ഞു നടന്നാൽ പോരാ. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്തായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കി നടത്താൻ കഴിവുള്ള, അല്ലെങ്കിൽ ജനങ്ങളെ മനസ്സിലാക്കുന്ന, ജനഹിതം എന്താണെന്ന് അറിഞ്ഞ് ചെയ്യാൻ കഴിവുള്ള, അങ്ങനെ ഒരു പ്രാപ്തിയുള്ളൊരു നേതാവിനെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. അങ്ങനെ ഒരു നേതാവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു നാഥനില്ല കളരി പോലെയായിപ്പോൾ. അങ്ങനത്തെ ഒരു കളരിയാണ് ഇപ്പോൾ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത്. ഈ കേരളത്തിൽ എന്ത് കൊള്ളരുതായ്മകൾ നടന്നാലും അതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്ന ഒരു സർക്കാരും, അതേപോലെ തന്നെ ആ കൊള്ളരുതായ്മകൾക്ക് വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കാതെ അവരെ 2 ദിവസം കൊണ്ടുപോയി ജയിലിലിടും, 3 ദിവസം ഇപ്പോൾ ന്യൂസൊക്കെ ഉള്ളതാണെങ്കിൽ 1 മാസം വരെ കഷ്ടിച്ച് എങ്ങനെയും ബുദ്ധിമുട്ടിയിടും. പിന്നീട് 1 മാസം കഴിയുമ്പോൾ പിന്നെ ന്യൂസും ഇല്ല. അതേപോലെ തന്നെ ആ സർക്കാരിൻ്റെ ആ കേസ് എന്തായെന്ന് പോലും നമുക്കറിയാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ ഷഹബാസിൻ്റെ വിഷയമൊക്കെ അതുപോലെയാണ് അല്ലേ. ഷഹബാസിനെ കൊന്ന കൂട്ടത്തിൽ ഈ പറയുന്ന SFIയുടെ DYFIയുടെ കൂട്ടത്തിലേക്കുള്ള ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും നാളിതുവരെയായിട്ടും DYFIയിലോ SFIയിലോ അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിലോ ഉള്ള ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചെറുവിരൽ പോലും അവർ അനക്കിയിട്ടില്ല. ഷഹബാസിൻ്റെ അച്ഛൻ ഡെയിലി വന്നിട്ട് ഈ ന്യൂസ് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ ന്യൂസ് പോലും നമ്മൾ കാണാനിടയുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ ന്യൂസ് പോലും നമ്മൾ കാണുന്നില്ല. അതൊക്കെ എവിടെ പോയെന്ന് നമുക്കറിയില്ല. കാരണം പാർട്ടിയിലുള്ളവരൊക്കെ തന്നെയായിരിക്കും ഇവരുടെ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഈ കൊലപാതകികളുടെ. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തതാണ് നമ്മൾ അവസാനം കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നയം ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇരട്ടത്താപ്പാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സർക്കാർ കാണിച്ചു വെക്കുന്നത്. സർക്കാരിന് മാറാനായിട്ട് ഇനിയും സമയമുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ മാറാം. പക്ഷേ ഭരണം വേണ്ട, അല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ജനങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ആ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ EMSO അല്ലെങ്കിൽ ഈ പറയുന്ന VS അച്യുതാനന്ദനോ EK നയനാരോ ഇവരൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു നല്ല പ്രവർത്തികൾ കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയും അതേപോലെ തന്നെ ആ പാർട്ടിയിലുള്ള നേതാക്കന്മാരെയൊക്കെ സ്നേഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പാട്ടുകളിൽ മാത്രം ഒതുങ്ങിത്തീരുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു അതിലിരിക്കുന്ന ആളുകളുടെയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ ആ ഒരു വിപ്ലവം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ചില പാട്ടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചോര തിളയ്ക്കുക, ആ പാർട്ടിയിലേക്ക് പോകണമെന്നും. പക്ഷേ അവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ കാണുമ്പോൾ ആ പാർട്ടിയൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയാനാണ് തോന്നുക. പാർട്ടിയോടുള്ള പുച്ഛം കൊണ്ട് ഞാൻ പറയുന്നതല്ല, പക്ഷേ ചില ആളുകളുടെ, അതായത് ഈ പാർട്ടിയിലുള്ള ചില ആളുകളുടെ ഇങ്ങനത്തെ ഒരു ഇരട്ട നീതിയും ഇരട്ടത്താപ്പും ഒക്കെ കാണുമ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ പ്രതികരിച്ച് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ് VS അച്യുതാനന്ദൻ ഒരു തുറന്നിട്ടൊരു പുസ്തകം അല്ലെങ്കിൽ തുറന്ന പുസ്തകമായിരുന്നു എന്ന് പറയാൻ സാധിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? VS അച്യുതാനന്ദനെ ആർക്കും പഠിക്കാമായിരുന്നു, VS അച്യുതാനന്ദനെ പറ്റി ആർക്കും മനസ്സിലാക്കാമായിരുന്നു. അദ്ദേഹം ഒരു അടച്ചൊരു പുസ്തകമല്ല, അല്ലെങ്കിൽ അടച്ചൊരു അധ്യായമല്ല. അദ്ദേഹത്തിനെ ആർക്കും പഠിക്കാം, ആർക്കും മനസ്സിലാക്കാം, ആർക്കും അദ്ദേഹത്തിനെ പോലെ ബിഹേവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പലരെയും കാണുന്നത് കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് അടച്ചിടുന്ന ഒരു ഡോറ് പോലെയും അടച്ചിടുന്ന ഒരു അധ്യായം പോലെയൊക്കെയാണ് അല്ലേ. എന്ത് തന്നെയാണെങ്കിലും ഇനി ഇദ്ദേഹത്തിനെ പോലെ ഒരു പിറവി ഉണ്ടാവില്ല, ഇനി ഇദ്ദേഹത്തിനെ പോലെ ഒരു നേതാവ് ഉണ്ടാവില്ല. ഇനി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ളത് ജനങ്ങൾ വീണ്ടും പറയുക തന്നെ ചെയ്യും. കാരണം അത് തന്നെയാണ് സത്യം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം നമ്മുടെ ജനങ്ങൾ കൊടുത്ത ആ ഒരു ആദരവ് തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്.